സർക്കാരിന്റെ വിലയിരുത്തലാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 9 വർഷത്തെ നേട്ടങ്ങൾ നിലമ്പൂരിൽ പ്രതിഫലിക്കും. കേരളത്തിൽ ഇടതുപക്ഷവും ഇടതുപക്ഷ വിരുദ്ധരും എന്ന തരത്തിൽ ചേരി രൂപപ്പെടുന്നുവെന്നും മന്ത്രി മീഡിയ വണിനോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പ്രദേശങ്ങളിലെ കക്ഷികൾക്കുള്ള കരുത്തുകൂടി പ്രതിഫലിക്കുമെങ്കിലും പൊതുവെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ സമീപനത്തിൻ്റെ തന്നെ തെളിവായിരിക്കും. തീർച്ചയായും ആ വിധത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ പറ്റിക്കാനും ജനങ്ങളെ കബളിപ്പിക്കാനും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷവും ഇടതുപക്ഷ വിരുദ്ധരും എന്ന വിധത്തിൽ ഒരു ചേരി രൂപപ്പെടുകയാണ്. നമ്മളിത് കാണണം. അവിടെ പലരും മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇടതുപക്ഷ വിരുദ്ധ ചേരിക്ക് കരുത്തു പകരാനാണ്. ഇടതുപക്ഷ വിരുദ്ധ ചേരി, ആ ഇടതുപക്ഷ വിരുദ്ധർ എന്ന് പറയുമ്പോൾ അതിൽ വലതുപക്ഷം UDF ഉണ്ടാകും, BJP ഉണ്ടാകും. എന്നാൽ BJPയിലും ഐക്യജനാധിപത്യ മുന്നണിയിലും ഉൾപ്പെടാൻ പറ്റാത്ത വർഗീയതയും തീവ്രവാദവും ഉയർത്തിപ്പിടിക്കുന്ന കക്ഷികളുണ്ടാകും. അവരെല്ലാം വ്യത്യസ്തമായിട്ടാണ് നേരത്തെ തെരഞ്ഞെടുപ്പുകളിൽ നിന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായൊരു ചേരിയിലേക്ക് പോകുകയാണ്. ഏത് വിധേനയും ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക. 59-ൽ കേരളത്തിലുണ്ടായ വിമോചന സമരത്തിൽ എല്ലാ വിഭാഗം ആളുകളും ഐക്യപ്പെട്ടതുപോലെ ഇടതുപക്ഷ വിരുദ്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ഒരു പുതിയ ചേരിയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നിലമ്പൂരിൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്നലെ വരെ ആശയ വ്യത്യാസം ഉണ്ടായിരുന്നവർ ഇന്നും ആശയ വ്യത്യാസമായി മുന്നോട്ട് പോകുന്നവർ ആശയ വ്യത്യാസങ്ങളെ തൽക്കാലം മാറ്റി നിർത്തി ഇടതുപക്ഷത്തെ കേന്ദ്രീകരിച്ച് ആക്രമിക്കുക എന്ന വിധത്തിലുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് ജനം തിരിച്ചറിയും. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെയും വികസന